നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. കോളേജ് ക്യാമ്പസുകളിലെ ആഘോഷങ്ങൾക്ക് പരിധി നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടാൽ പോലീസിന് കോളേജ് ക്യാമ്പസിൽ കയറാൻ ആരുടെയും അനുവാദം വേണ്ട. പല കോളേജുകളിലും ആഘോഷങ്ങൾ എല്ലാ പരിധിയും ലംഘിച്ചുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കോളേജുകളിലെ ആഘോഷങ്ങൾക്കുള്ള മാർഗ്ഗരേഖ ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി. ഈ വിഷയമാണ് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ഇതിൽ ശ്രീ പി വിജയൻ IPS പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കും. യാക്കൂബ് തോമസ്, കോളേജ് അധ്യാപകൻ, ചിന്ത ജെറോം, SFI നേതാവ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ചിന്ത ജെറോം, ഇനി കോളേജ് ക്യാമ്പസിൽ ഒരു പ്രശ്നമുണ്ടായാൽ അവിടെ കയറാൻ പോലീസിന് ആരുടെയും അനുവാദം ആവശ്യമില്ല എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. ഒപ്പം കോളേജ് ക്യാമ്പസുകളിലെ ആഘോഷങ്ങൾ എങ്ങനെ പോകണം, ഏതറ്റം വരെ പോകണമെന്ന കാര്യത്തിൽ ഇനി നിബന്ധനകൾ ഉണ്ടാക്കി സർക്കാർ കർശനമായ ഉത്തരവ് പുറത്തിറക്കാൻ പോവുകയാണ്. ക്യാമ്പസിനകത്തേക്കുള്ള സർക്കാരിൻ്റെ ഇത്തരം ഇടപെടലുകൾക്ക് പൊതുസ്വീകാര്യത കിട്ടുന്നുമുണ്ട്. ഈ തരത്തിലേക്ക് സർക്കാരിന് ഇടപെടേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതിൻ്റെ ഉത്തരവാദി ആരാണ്? ആദ്യമായി തന്നെ പൊതുസ്വീകാര്യത ഒട്ടും കിട്ടാത്ത ഒരു സാധാരണ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രസ്താവനയും തീരുമാനത്തിലേക്കുമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് പോയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ സംശയം എന്നത് കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം, കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത ഒരാൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുവാൻ ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിക്കുന്നത് എന്നുള്ള ഒരു വലിയ സംശയം ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരികയാണ്. ഇന്ന് കേരളത്തിലെ കലാലയങ്ങൾക്കകത്ത് പോലീസിന് ആരുടെയും നിബന്ധനയില്ലാതെ കടന്നു വരാമെന്ന് പറയുമ്പോൾ കേരളത്തിലെ കലാലയങ്ങൾക്കകത്തെ പരിപാവനതയും കേരളത്തിലെ കലാലയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഉയർന്ന സാമൂഹിക പ്രതിബദ്ധതയും രാഷ്ട്രീയ ബോധത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് തീവ്രവാദി ഗ്രൂപ്പുകളെ നേരിടുന്ന രൂപത്തിൽ വിദ്യാർത്ഥികളെ നേരിടണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് വലിയ ആശങ്കയിലേക്കാണ് എത്തിക്കുന്നത്. ഞങ്ങൾക്കിത് പുത്തരിയായിട്ടൊന്നും തോന്നില്ല. കാരണം പാഠപുസ്തകം ചോദിച്ചപ്പോൾ ഗ്രനേഡ് തന്ന ആഭ്യന്തര വകുപ്പാണ് ഇന്ന് കേരളം. അതിർവിട്ട ആഘോഷങ്ങൾ എന്ന ലേബലിൽ പറയപ്പെടുന്നവ അതുമൂലം ആളുകളുടെ മരണമുണ്ടാവുന്നു. അതിനുശേഷം ഇപ്പോൾ ഫയർ എഞ്ചിനുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള ആഘോഷം അത് വലിയ മാധ്യമ വാർത്തയാകുന്നു. ഇതിനെല്ലാം വലിയ തോതിലുള്ള സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പും നേരിടേണ്ടി വരുന്നുണ്ട് ഇത്തരം ആഘോഷങ്ങൾ വേണമോ എന്ന കാര്യത്തിൽ. അതുകൊണ്ടാണ് വലിയ എതിർപ്പുകളില്ലാതെ ഇത്തരം ഇടപെടലുകൾ നടത്താൻ സർക്കാരിന് കഴിയുന്നത്. പൊതുജനങ്ങൾ ഇത് അതിര് കടന്നതാണ് എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾ. അത് എങ്ങനെ സംഭവിക്കുന്നു എന്നതാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ആഘോഷങ്ങൾ അതിര് കടക്കുന്ന രൂപം വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിയന്ത്രിക്കേണ്ടതാണ്. ഇപ്പം നേരത്തെ CET-യിലെ സംഭവമാണ് ഇതിനൊക്കെ കാരണമായി തീർന്നത്. അവിടെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ആഘോഷമല്ല നടന്നിരിക്കുന്നത്. 25 പേര് ഒരു ജീപ്പിനകത്ത് കയറിയിരിക്കുക, ബോണറ്റിന്റെ മുകളിൽ ഉൾപ്പെടെ കുട്ടികൾ കയറിയിരിക്കുക, മദ്യപിച്ച് വണ്ടി ഓടിക്കുക, അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അപ്പൊ ക്യാമ്പസിനകത്ത് എവിടെങ്കിലും ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളെ ആകെ അരാഷ്ട്രീയവൽക്കരിക്കണം, യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് പോലും നിബന്ധനകൾ കൊണ്ടുവരിക, കോളേജ് പ്രിൻസിപ്പൽ അറിഞ്ഞുകൊണ്ട് മാത്രമേ യൂണിയൻ പ്രവർത്തനങ്ങൾക്കകത്ത് ഗസ്റ്റുകളെ ഉൾപ്പെടെ വിളിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വരിക. അങ്ങനെ വരുമ്പോൾ ജാതിമത സംഘടനകളാണ് നിയമമുണ്ടാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ചിന്ത ജെറോം പറയുന്നത്. യാക്കൂബ് തോമസ്, ഇക്കാര്യത്തിൽ ഈ പ്രശ്നങ്ങളെ സർക്കാർ ശരിയായ അർത്ഥത്തിലാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് എന്ന അഭിപ്രായമുണ്ടോ? അല്ല, അടിസ്ഥാനപരമായിട്ട് ഈ പ്രശ്നം നമ്മൾ കാണേണ്ടത് ഇത് വെറും ഒരു സാങ്കേതികമായിട്ടുള്ളൊരു പ്രശ്നമായിട്ടോ ഒരു ക്രൈമായിട്ടോ അല്ല ഇത് കാണേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പം CET കോളേജിൽ നടന്ന ആ സംഭവത്തിൽ കുട്ടികൾ, ഒരു ഉദാഹരണത്തോട് സൂചിപ്പിക്കാം, കുട്ടികൾ ലോറിയുടെ മുകളിൽ എഴുതി വെച്ചത് ചെകുത്താൻ എന്നാണ്. എന്തുകൊണ്ട് ദൈവമെന്നോ അഞ്ജലിയെന്നോ അമ്മയെന്നോ ഒന്നും അവർ എഴുതിയില്ല? അപ്പോൾ ഈ സംഭവം ഇത് സൂചിപ്പിക്കുന്നത് ചെകുത്താൻ എന്ന് പറയുന്ന പദം നമ്മുടെ സമൂഹത്തിൽ ഭയങ്കരമായിട്ടും പ്രതിഷേധം വിളിച്ചു വരുത്തുന്ന ഒരു പദമാണ്. അവർ അത് ബോധപൂർവ്വം ഉപയോഗിച്ചതാണ്. ഇത് സത്യത്തിൽ നമ്മുടെ കൗമാരക്കാരായ ആൾക്കാരുടെ ആഘോഷത്തിൽ, അവരുടെ ജീവിതചര്യയിൽ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയോടുള്ള വലിയൊരു പ്രതിഷേധം അന്തർലീനമായിട്ടുണ്ട്. ഈ പ്രതിഷേധത്തിന് ചില സാമൂഹ്യപരമായിട്ടുള്ള കാരണങ്ങൾ, അടിച്ചമർത്തലുകൾ, അതിൻ്റെ ഒരു ചരിത്രപരമായ ചില വസ്തുതകളൊക്കെ ഉണ്ട്. അല്ല, ഇത് കേവലം പെട്ടെന്നുണ്ടായ ഒരു വൈകാരിക വിക്ഷോഭം എന്ന നിലയിലോ ജസ്റ്റ് ഒരു കൊലപാതകം എന്ന നില, കൊലപാതകത്തെ അവിടെ മാറ്റിയെടുത്തണം, അതിന് നിയമപരമായ നടപടിയുണ്ടാവണം. പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ ഇത്തരം ആഘോഷങ്ങളുടെ പിന്നിൽ ചില സാമൂഹികപരമായിട്ടുള്ള ചില വസ്തുതകളുണ്ട്. അത് നമ്മൾ ഒരിക്കലും മറച്ചു വയ്ക്കാൻ പാടില്ല, പരിശോധിക്കുന്നതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല പറയുന്നു, അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധം നല്ല നിലയിലല്ലാതാവുന്നുണ്ട് പുതിയ കാലത്ത്. അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നിടത്ത് പകുതി പ്രശ്നങ്ങൾ, 50% പ്രശ്നങ്ങൾ അവസാനിക്കും എന്നതാണ്. അങ്ങനെ ഉണ്ടാവണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്യുന്നു.
അതോടൊപ്പം തന്നെ ഇതിനെ ഇപ്പോൾ നേരിടാൻ സർക്കാർ പ്രഖ്യാപിക്കുന്ന ഈ നിബന്ധന കൊണ്ടുവരൽ, നിയമമുണ്ടാക്കൽ തുടങ്ങിയവയൊക്കെ ശരിയായ അർത്ഥത്തിൽ ഫലം ചെയ്യും എന്ന് കാണുന്നുണ്ടോ? അടിസ്ഥാനപരമായിട്ട് ഈ പ്രശ്നം അതിൻ്റെ തുടർച്ചയായി സംസാരിക്കണം. നമ്മുടെ സത്യത്തിൽ നമ്മുടെ ക്ലാസ് മുറികളിൽ നടക്കുന്ന എന്താണ്? ക്ലാസ് മുറിയിലെ കോളേജ് മേഖലയിലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലായാലും താഴെത്തട്ടിലായാലും ഹൈസ്കൂൾ ലെവലിലായാലും വിദ്യാഭ്യാസം എന്ന് പറയുന്ന പേരിൽ നടക്കുന്നത് എന്താണ്? പാഠപുസ്തകത്തിലെ അറിവുകൾ ഒരു ചർവണം വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയ എത്രമാത്രം പോകുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ചില സങ്കീർണമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കോളേജ് ക്യാമ്പസുകളിലായാലും ക്ലാസ് മുറിയിലായാലും കുട്ടികൾക്ക് അവർക്ക് തന്നെ ആവിഷ്കരിക്കാൻ എത്രമാത്രം കഴിയുന്നുണ്ട്? എത്രമാത്രം സ്വാതന്ത്ര്യബോധത്തോടുകൂടി ക്ലാസ് മുറിയിൽ കുട്ടികൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ട്? വെറും ഒരു പരീക്ഷ എഴുതി എന്തോ മാർക്ക് നേടി പുറത്തേക്ക് പോകുന്നു എന്നതിനപ്പുറത്ത് എന്താണ് നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്നത്? സത്യത്തിൽ ഇതിനോടെല്ലാം ഉള്ള ഒരു ഭയങ്കരമായ വിയോജിപ്പിൽ നിന്നാണ് ഇത്തരം ആഘോഷങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുത. പക്ഷേ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥിതികളുണ്ട്. ഇപ്പോൾ ഒരു പിടിയിലായ ബൈജു പറയുന്നു, എനിക്ക് ബോണറ്റിൽ ആളിരുന്നത് കൊണ്ട് ഫ്രണ്ടിലിരിക്കുന്ന ആളെ കാണാൻ പറ്റിയത്. ബോണറ്റിൽ ആളിരുന്നു കൊണ്ട് കാണാതെ വണ്ടി ഓടിക്കുക എന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങളിൽ ഏർപ്പെടുക എന്നത്. നമ്മുടെ ആഘോഷം എവിടെ വരെയും പോകാം, മറ്റുള്ളവരെ അത് ബുദ്ധിമുട്ടിക്കരുത്. ആ തരത്തിൽ ക്രിമിനൽ സ്വഭാവത്തോടെ ആഘോഷങ്ങൾ കൊണ്ടുപോകുക എന്നതിൽ പ്രായപൂർത്തിയായ വിദ്യാർത്ഥികൾ അത് മനഃപൂർവ്വമല്ലാതെ ചെയ്യുന്നു എന്നൊക്കെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കാനാവുക? പക്ഷേ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പ്രശ്നം, ക്രിമിനൽ സ്വഭാവമുള്ള അതിന് പോലീസ് നടപടി എടുക്കണം. അതിനെ മറ്റൊന്നും തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇവിടെ നമ്മൾ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം എന്ന് പറയുന്നത് കൗമാരക്കാരായ ഈ ആഘോഷത്തിൻ്റെ പിന്നിലെ വസ്തുതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് നമ്മൾ ചർച്ച ചെയ്തേ പറ്റുള്ളൂ. അത് ആഴത്തിൽ പരിശോധിക്കുന്നതാണ്. ചിന്താ ജെറോം, ഇപ്പോൾ ആഭ്യന്തരമന്ത്രി പറയുന്നു പല മാനേജ്മെൻറ്റുകളും സർക്കാരിനോട് നേരിട്ട് വിളിച്ച് ആവശ്യപ്പെടുന്നു, ആഭ്യന്തര വകുപ്പിനോട്, പോലീസിനോട്, ഞങ്ങളുടെ ക്യാമ്പസിൽ കയറണം, അവിടെ റെയ്ഡ് നടത്തണം, അവിടെ കഞ്ചാവും ലഹരി മരുന്നുകളും ഉപയോഗിക്കുന്നത് വ്യാപകമാണ്. ഇങ്ങനെ പലയിടത്തു നിന്നും ആവശ്യം വരുമ്പോഴാണ് ഗതികെട്ട് ചിലപ്പോൾ പോലീസ് ക്യാമ്പസിനകത്ത് കയറുന്നത് എന്ന്. ഈ തരത്തിൽ പോലീസിന് കയറി ചെന്ന് ഇടപെടേണ്ട തരത്തിലുള്ള സാഹചര്യം സംസ്ഥാനത്ത് പല ക്യാമ്പസിനകത്ത് നിലനിൽക്കുന്നുവെന്നാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. ഇനി അതിന് അമാന്തിക്കില്ല, കയറുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. നിങ്ങൾ ഈ പറയുന്നത് പോലെ അല്ല, ഒന്നോ രണ്ടോ ക്യാമ്പസിലെ പ്രശ്നമല്ല ഇത്. അതിൻ്റെ കാരണം എന്താണ്? വിദ്യാർത്ഥി സംഘടനകൾ ഏതെങ്കിലും തരത്തിൽ സർഗാത്മകമായി സചേതനമായും ഇടപെടാത്തതിൻ്റെ കുഴപ്പം അവിടെ കൃത്യമായി കാണാനാവുന്നുണ്ട്. കേരളത്തിലെ കലാലയങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് അവിടെ ഇത്തരത്തിലുള്ള ഗ്യാങ്ങിസവും റാഗിങ്ങും മദ്യമയക്കുമരുന്ന് മാഫിയകളുടെ ഇടപെടലും തന്നെയാണ്. അപ്പോൾ ഇപ്പം ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇങ്ങനെ വളരെ സാമാന്യവൽക്കരിച്ച് കാര്യങ്ങളെ സൂചിപ്പിച്ചാൽ പോരാ. അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏതൊക്കെ കലാലയങ്ങളിലാണ് അത്തരത്തിലുള്ള റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നതെന്ന് പറയുവാൻ തയ്യാറാകണം. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും, കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം SFI ഉൾപ്പെടെ ശക്തമായിട്ടുള്ള കലാലയങ്ങൾക്കകത്ത് ഇത്തരം റാക്കറ്റുകളെ കടന്നു വരുവാൻ ഒരു കാലഘട്ടത്തിലും അനുവദിച്ചിട്ടില്ല. ഇത്തരം മദ്യമയക്കുമരുന്ന് റാക്കറ്റുകളുമായി നിരന്തരമായി സംഘർഷത്തിൽ ഏർപ്പെട്ട് ധീരരായ പ്രവർത്തകരെ ജീവൻ ബലി നൽകേണ്ടി വന്ന പ്രസ്ഥാനമാണ് SFI. ഒരു കാലഘട്ടത്തിലും മദ്യമയക്കുമരുന്ന് റാക്കറ്റുകളും ലോബികളുമായി കോംപ്രമൈസ് ചെയ്തുകൊണ്ട് പോകുന്ന വിദ്യാർത്ഥി സംഘടനകളെ ഒറ്റപ്പെടുത്തണം എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്, എവിടെയാണ് അരാഷ്ട്രീയത വരുന്നത് അവിടെയാണ് അരാജകത്വം ഉണ്ടാകുവാൻ പോകുന്നത്. അരാഷ്ട്രീയത, അരാജകത്വം, ആത്മഹത്യ, ഇതാണ് SFI കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം. ഇക്കാര്യത്തിൽ ഇപ്പോ പോലീസിന് ഇനി ക്യാമ്പസിനകത്തേക്ക് കയറുന്നതിന് ഒരു സാഹചര്യമുണ്ടായാൽ ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കില്ല എന്ന് കർക്കശ സ്വഭാവത്തോടെയാണ് ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഒപ്പം ക്യാമ്പസിനകത്ത് ആഘോഷങ്ങൾ എങ്ങനെ നടത്തണമെന്ന കാര്യത്തിൽ ഇനി സർക്കാർ ഉത്തരവിറക്കാൻ കൂടി പോവുകയാണ് ശരിയായ സ്വഭാവത്തിൽ എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ പോലീസിന് കടന്നു ചെന്ന് ഇടപെടേണ്ട തരത്തിൽ ഗൗരവതരമായ സാഹചര്യം നമ്മുടെ ക്യാമ്പസുകൾ ഉണ്ടായി വന്നിട്ടുണ്ട് എന്ന് കാണുന്നുണ്ടോ? അല്ല, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ അതിൽ പോലീസിന് ആരെങ്കിലും ഒരു അഭ്യർത്ഥനയും കാത്തിരിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം സൂചിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചിട്ടോ മറ്റ് ക്രിമിനൽ നടപടി നിയമങ്ങൾ അനുസരിച്ചിട്ടോ ഏതൊരു സ്ഥലത്ത്, ഇന്ത്യയുടെ ഏതൊരു പ്രദേശത്തും കുറ്റകൃത്യങ്ങൾ നടക്കുകയോ നടക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞാലോ അവിടെ പോലീസിന് കയറി ചെല്ലുന്നതിന് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല. ഈ തടസ്സങ്ങള് പിന്നെ ചില കാര്യങ്ങളിൽ അതിന്റെ ഒരു കോളേജിന്റെ അന്തരീക്ഷവും മറ്റും കൺസിഡർ ചെയ്ത് അവിടെയുള്ള പ്രിൻസിപ്പൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പെരുമാറുമെന്നുള്ളൊരു കൺസിഡറേഷനാണ് അവർ വിളിക്കുമ്പോൾ മാത്രം നമ്മൾ ചെന്നാൽ മതി എന്നുള്ളത്. പക്ഷെ മരണവും
അല്ലെങ്കിൽ വളരെ ഗൗരവമായിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആയുധങ്ങൾ സൂക്ഷിക്കുക, അതല്ലെങ്കിൽ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ സമൂഹത്തിന് ഒരിക്കലും ഗുണകരമായിരിക്കുന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മളെ അറിയിച്ചതിന് ശേഷം വരാമെന്ന് കാത്തിരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലായിരിക്കും. പോലീസ് എന്നാണ് അക്കാര്യത്തിൽ പൊതുവായ പോലീസിനുള്ള ഒരു ധാരണ? മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ ക്യാമ്പസുകൾ വലിയ തോതിൽ ഇപ്പോൾ ആധുനിക ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവരുടെ കേന്ദ്രമായും, അല്ലെങ്കിൽ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ച് അക്രമം നടത്തുന്നവരുടെ കേന്ദ്രമായും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും അവരുടെ ജീവന് പോലും അപായമുണ്ടാക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങളിൽ ഏർപ്പെടുന്നവരുടെ കൂട്ടമായും ഒക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിൻ്റെ ഇടപെടൽ സാധ്യത കൂടി വരുന്നുണ്ട് അവിടെ, പ്രിൻസിപ്പൽ വിളിച്ചാലും ഇല്ലെങ്കിലും എന്ന് കാണുന്നുണ്ടോ നിങ്ങൾ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം മൊത്തത്തിൽ വർദ്ധിച്ചു എന്നൊന്നും ആരും വിവക്ഷിക്കുന്നില്ല. കാരണം പക്ഷെ ചില ഇൻസിഡന്റുകൾ നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നതാണ്, അതിൽ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ എനിക്ക് തോന്നുന്നു ആർക്കും ഒരു പ്രത്യേകിച്ച് സംശയം ഉണ്ടായിരിക്കുന്നു. ഇവിടെ മൊത്തം കേരളത്തിലെ കലാലയങ്ങൾ മൊത്തം ഇത്തരം കാര്യങ്ങൾ വന്ന് നിറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ കൊണ്ട് കലുഷിതമായിരിക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും, പക്ഷെ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ചില സാഹചര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും പോലീസ് കൂടി കാര്യമായി ശ്രദ്ധിക്കേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. SFI പോലുള്ള സംഘടനകൾ ചില വിഷയങ്ങളെ മാത്രം എടുത്ത് പൊതുവൽക്കരിച്ച് പോലീസ് ഇടപെടലിനുള്ള വഴിയൊരുക്കി വെക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്, അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് വിമർശിക്കുന്നു. അങ്ങനെ പോലീസ് ഇടപെടൽ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണോ, അതോ അതിന് കൂടുതൽ ക്രിയാത്മകമായി ചെയ്യാൻ കഴിയുന്ന മറ്റു വഴികൾ തേടലാണ് എന്നും അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? പോലീസിന് വ്യക്തമായിരിക്കുന്ന ഒരു ചുമതല നൽകിയിട്ടുണ്ട്. ആ ചുമതല നിർവഹിക്കുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. അല്ല അതിന്റെ അങ്ങനെ ഒരു സാഹചര്യം, ഒരു ക്രമസമാധാന പ്രശ്നമോ എവിടെയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ കുട്ടികൾ ഏതൊരു ഏരിയയിൽ അവരുടെ നന്മ കൂടെ ഉദ്ദേശിച്ച് പോലീസ് ഇടപെടേണ്ടത് അനിവാര്യമാണ്. അത് ഇടപെടുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ തടയുന്നത് നമ്മളുടെ സമാധാനമായൊരു അന്തരീക്ഷം നിലനിൽക്കുന്നതിന് ഗുണകരമായിരിക്കില്ല. യാക്കോബ് തോമസ്, ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി പറയുന്നത് പോലീസിന് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായാലും മടിക്കില്ല എന്നാണ്, പക്ഷേ ഇടപെടാതിരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അധ്യാപകരും ഇപ്പോഴത്തെ തലമുറയും തമ്മിലുള്ള നല്ല ബന്ധം കാസൂക്ഷിക്കുക. പണ്ടതുണ്ടായിരുന്ന പോലെ ഇപ്പോഴതില്ല. അതുകൊണ്ട് നല്ല നിലയിലുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്താൽ പകുതി പ്രശ്നം അവസാനിക്കുന്നതാണ്. ആ ബന്ധം ഇപ്പോൾ ക്യാമ്പസിൽ ഇല്ലേ? അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം തന്നെ അവിടെയാണ് വരുന്നത്. ഒന്ന്, ഈ രീതിയിൽ എന്തുകൊണ്ട് ഇതിപ്പോൾ പറയേണ്ടി വരുന്നു? പുറം സമൂഹത്തിന് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം വഷളാണെന്നും കാര്യമാത്ര പ്രസക്തമല്ലെന്നും സർഗാത്മകമല്ലെന്നും എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു? വർഷങ്ങളായിട്ട് കേരളത്തിലെ ക്യാമ്പസിനെക്കുറിച്ച് കേൾക്കുന്ന ഒരു ആരോപണമാണിത്. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നം ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. കേരളത്തിൽ മൊത്തത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടുന്നു, അതവിടെ നിൽക്കട്ടെ. ക്യാമ്പസുകളെക്കുറിച്ച് ആകെ ചർച്ച ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. ക്യാമ്പസിൽ നടക്കുന്ന മറ്റ് ആക്ടിവിറ്റീസിനെ കുറിച്ചോ ഒന്നും തന്നെ ഒരു പൊതു ചർച്ചയിൽ വരികയില്ല. എന്തെങ്കിലും അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിമിനൽ സ്വഭാവമുള്ള പ്രവൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ആഭാസമാണെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ആഘോഷിക്കും. അതേസമയം ക്യാമ്പസിലെ അടിസ്ഥാനപരമായ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യത്തില്ല. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചർച്ച ഉണ്ടാകുന്ന സ്വാശ്രയ ഇഷ്യൂ മാത്രമാണ്. വേറെ എത്രയെല്ലാം മേഖല കിടക്കുന്നു, ഗവേഷണ മേഖല അടക്കമുള്ള ഒരുപാട് മേഖലകൾ കിടക്കുമ്പോഴും അതൊന്നും മീഡിയ ചർച്ച ചെയ്യത്തില്ല, പൊതുസമൂഹം ചർച്ച ചെയ്യത്തില്ല. മറിച്ച് സ്വാശ്രയ വിഷയം ഉണ്ടാകുമ്പോൾ മാത്രം ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചർച്ച നടക്കും. എന്തെങ്കിലും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു പെട്ടെന്നൊരു ഷിഫ്റ്റ് സാധ്യമാകുന്ന കാര്യങ്ങളല്ല. കാരണം ക്യാമ്പസിനെ തന്നെ ഇങ്ങനെ നിർണ്ണയിച്ചതിൻ്റെ ചില ചരിത്രപരവും സാമൂഹികപരവുമായ ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കോളേജിൽ അധ്യാപകരുടെ അധ്യയന രീതി എങ്ങനെ, ബോധന മാധ്യമങ്ങൾ എന്തൊക്കെയാണ്, വിദ്യാർത്ഥികൾ എങ്ങനെയാണ് പരുവപ്പെട്ടു വരുന്നത്, ഈ അധ്യാപകരായിരിക്കുന്നവർക്ക് തന്നെ കുട്ടികളെ മനസ്സിലാക്കാനുള്ള ഉപകരണങ്ങൾ, പിന്നെ അതിൻ്റെ ഒരു രീതിശാസ്ത്രമൊക്കെ ഉണ്ടോ? ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കാതെ ചുമ്മാതെ ചാടിക്കയറി അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഇതെന്ന് പറയുന്നത് ഒരു കൗൺസിലറുടെ മായാജാലം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾ, വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു തുടങ്ങിയെങ്കിലേ ഇത്തരം പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ചിന്താ ജെറോം, ഇപ്പോൾ അടുത്ത മാസം 2-ാം തീയതി സർക്കാർ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിക്കുന്നുണ്ട്, പ്രതിനിധികളുടെ. അതിനുശേഷം അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാവും സർക്കാരിൻ്റെ ഉത്തരവ് ഈ വിഷയത്തിൽ പുറത്തിറക്കുക, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട്. പോലീസ് ഇടപെടൽ ഏതെങ്കിലും തരത്തിൽ അനിവാര്യമാകുന്ന ഒരു സാഹചര്യം കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇല്ല എന്ന നിലപാടായിരിക്കുമോ SFI അവിടെ സ്വീകരിക്കുക? അങ്ങനെയെങ്കിൽ എന്തു ബദൽ നിർദ്ദേശമാണ് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി നിങ്ങൾ മുന്നോട്ട് വയ്ക്കുക? വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരുടെ യോഗത്തിനകത്ത് SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ കൃത്യമായി അതിനുള്ള നിലപാട് അറിയിക്കുന്നതായിരിക്കും. SFIയുടെ നിലപാട് കേരളത്തിലെ പൊതുവിദ്യാർത്ഥികളുടെ നിലപാട് എന്ന രൂപത്തിലായിരിക്കും മുന്നോട്ട് വെക്കുവാൻ പോകുന്നത്. ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്, കേരളത്തിലെ ക്യാമ്പസുകളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാക്കുവാൻ സാധിക്കില്ല. കേരളത്തിലെ ക്യാമ്പസുകൾ എന്ന് പറഞ്ഞാൽ ഉറക്കെ മുദ്രാവാക്യം കേൾക്കുന്ന, ഉറക്കെ കവിത ചൊല്ലുന്ന, ജാതിക്കും മതത്തിനും അതീതമായി പ്രണയം പൂക്കുന്ന, നല്ല സൗഹൃദങ്ങളുള്ള,
ജാതിയോ മതമോ നോക്കാതെ ഒരു അമ്മ കൊടുത്തുവിടുന്ന പൊതിച്ചോറിൽ നിന്നും ചോറ് വാരി കഴിക്കുന്ന മതേതരത്വത്തിന്റെ പൊതു ഇടമാണ് കേരളത്തിലെ കലാലയങ്ങൾ. യൂണിയൻ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളെ സർഗാത്മകമാക്കി മാറ്റുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മതേതര മുഖം നൽകുന്നതിന് വേണ്ടി, സർഗാത്മക മുഖം നൽകുന്നതിന് വേണ്ടി ക്രിയേറ്റീവായ ഇടങ്ങളാക്കി മാറ്റുന്നത് കേരളത്തിലെ കലാലയങ്ങളാണ്. കലാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരാണ് പൊതുസമൂഹത്തിനകത്ത് ഏറ്റവും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഇടപെടുന്നത്. പക്ഷേ ഇതിനെയൊക്കെ പൂർണ്ണമായും നശിപ്പിച്ചുകൊണ്ട് ഇപ്പൊ ഈ പോലീസ് കയറുന്നത് മാത്രമല്ല, പുതിയ ഗൈഡ് ലൈൻസിനകത്തൊക്കെ ഏറെ ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. യൂണിയൻ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ മൂക്കുകയറിടുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായി ഉണ്ടായ ഒരു അനുഭവമുണ്ട്. ഒരു കോളേജ് യൂണിയനിൽ നിന്നും അവിടുത്തെ ഭാരവാഹി എന്നെ വിളിക്കുകയാണ്. സഖാവെ, കുരീപ്പുഴ ശ്രീകുമാറിനെ കോളേജിൽ യൂണിയൻ പരിപാടിക്ക് പങ്കെടുക്കുവാൻ സമ്മതിക്കുന്നില്ല, കാരണം അദ്ദേഹം നിരീശ്വരവാദിയാണെന്ന്. ആ ഒരു ഒറ്റ കാരണം പറഞ്ഞ് കേരളത്തിലെ പ്രഗത്ഭനായ ഒരു കവിയെ മാറ്റി നിർത്തണമെന്ന് പറയുന്ന കോളേജ് മാനേജ്മെന്റുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ആ മാനേജ്മെന്റുകളുടെ ഇഷ്ടാനുസരണം കാര്യങ്ങൾ നടക്കട്ടെ എന്ന അവസ്ഥയിലേക്ക് പോയി വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം അതിരുകവിഞ്ഞ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ നിയമപരമായ എന്തെങ്കിലും വകുപ്പുകളോ ചട്ടങ്ങളോ ഇല്ല എന്നത് മാനേജ്മെന്റുകൾക്ക് ഒരു തടസ്സമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇതിന് മൂക്കുകയറിടാൻ കഴിയാത്തത് എന്ന് സർക്കാർ പുതിയ ഉത്തരവും ചട്ടവും ഒക്കെ കൊണ്ടുവരാൻ പോവുകയാണ്. അതിനടിസ്ഥാനത്തിൽ ഇനി നടക്കൂ. യൂണിയൻ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ ഒരു സമിതി വരുന്നു. ആരെയൊക്കെ ഗസ്റ്റുകളെ വിളിക്കണമെന്നതിന് മാനേജ്മെൻറ്റിൻ്റെ അനുമതി വേണം. എല്ലാ ആഘോഷ പരിപാടികൾക്കും മുൻകൂർ അനുമതി വേണം. നിഷേധിക്കപ്പെട്ടാൽ പരാതിപ്പെടാൻ കഴിയുകയുമില്ല എന്ന തരത്തിലുള്ള സാഹചര്യം വന്നാൽ സർഗാത്മക ഇടങ്ങൾ, നേരത്തെ ചിന്ത ചൂണ്ടിക്കാട്ടിയതുപോലെ ഇടങ്ങളെന്ന നിലയ്ക്ക് പ്രണയിക്കാനും സല്ലപിക്കാനും അല്ലെങ്കിൽ സൗഹൃദം പങ്കുവയ്ക്കാനും പഠിക്കാനും ഒക്കെയുള്ള ഒരു ഇടമെന്ന നിലയ്ക്കുള്ള ക്യാമ്പസിൻ്റെ സ്വഭാവം തന്നെ അട്ടിമറിക്കപ്പെടും എന്ന ആശങ്ക അടിസ്ഥാനമുള്ളതാണോ? അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കേരളത്തിൽ ഇത്തരത്തിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2005 എൻ്റെ ഓർമ്മ, സിനിമാറ്റിക് ഡാൻസ് കേരളത്തിലൊരു വലിയ തരംഗമായപ്പോൾ സംഭവിച്ചത് അത് ക്യാമ്പസുകളിലങ്ങ് നിരോധിച്ചു. ഇപ്പോൾ തന്നെ മൊബൈൽ ഫോൺ നിരോധിച്ചിട്ടേക്കാണ്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം, ഈ മൊബൈൽ ഫോൺ ഇന്ന് വേണേൽ പഠനത്തിൻ്റെ ഏറ്റവും വലിയൊരു മാധ്യമമാക്കാൻ പറ്റും. ഇപ്പം ഞാൻ എനിക്ക് പഠിപ്പിക്കേണ്ടതെല്ലാം ഞാൻ എൻ്റെ മൊബൈൽ ഫോണിലാക്കിയിട്ട്, പക്ഷേ എനിക്കിതുകൊണ്ട് ക്ലാസ് മുറി പോകാൻ വയ്യ. കാരണം ഈ നിരോധന ഉത്തരവ് എൻ്റെ തലയിൽ ഡെമോക്രസിൻ്റെ വാൾ പോലെ തൂങ്ങിയിരിക്കുക. അപ്പം ഞാൻ കൊണ്ട് ചെല്ലുമ്പോൾ കുട്ടികൾ പറയും, സാറ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നല്ലോ. അപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. നമുക്കാകെ അറിയാവുന്ന ഭാഷ നിരോധനത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും ഭാഷയാണ്. ഈ ഭാഷയ്ക്ക് അപ്പുറത്ത് പോയി കുട്ടികളെയൊക്കെ മനസ്സിലാക്കുന്ന മറ്റൊരു ഭാഷ കണ്ടെത്തിയെങ്കിലേ ഈ വിദ്യാഭ്യാസ പ്രക്രിയ ആർജവമുള്ളതായി മാറുകയുള്ളൂ. അപ്പം ഇതിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക. ഇപ്പം ഞാൻ ഹയർ സെക്കൻഡറികളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു സാധനം എന്ന് പറയുന്നത്, വാർഷികം നടക്കുന്ന സമയത്ത് ഗാനമേള നടക്കുമ്പം ആൺപിള്ളേർ ഒരിടത്ത് അങ്ങ് ആഘോഷിക്കും. അതേപോലെ പെൺകുട്ടികളൊന്ന് ചലിച്ചാൽ ഉടനെ തന്നെ ടീച്ചേഴ്സ് പോയി പറയും അനങ്ങരുമെന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൽ കിടക്കുന്ന ഒരു ആൺകോയ്മയുടെ ഒരു യുക്തി ഇവിടെ വളരെ കൃത്യമായിട്ട് പ്രശ്നമുണ്ട്. അത് SFI പോലുള്ള പ്രസ്ഥാനങ്ങൾക്കാലും മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കാലും ഇതെല്ലാം ഉണ്ട്. അവരെല്ലാം സംസാരിക്കുന്നത് ഒരു യുക്തിയിൽ നിന്നാണ്. ആണുങ്ങൾക്ക് ഈ ആഘോഷങ്ങളിലെല്ലാം ആരാണ് മെയിൻ? ആണുങ്ങളാണ്. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളർത്തുന്ന രീതി തന്നെ മാറ്റിമറിക്കേണ്ടതുണ്ട്. അതിനുള്ളൊരിടമൊന്നും ക്യാമ്പസുകളിലോ ക്ലാസ് മുറികളിലോ വീടുകളിലോ പോലും ഇല്ല. അപ്പോൾ സത്യത്തിൽ ഇത് സംഭവിക്കുന്നത് ഒട്ടും ജനാധിപത്യപരമല്ലാത്ത, ലിംഗപരമായും അല്ലാതെ തന്നെയും ജനാധിപത്യപരം അല്ലാത്ത ഒരു സമൂഹക്രമമാണ് നമ്മുടേത്. ഈ സമൂഹക്രമത്തിൽ നിന്ന് നമുക്ക് ആകെ പറയാൻ പറ്റുന്ന ഭാഷ പോലീസ് ഇടപെടണമെന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണമാണ്, ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ CET കോളേജിൽ അധ്യാപകൻ പറഞ്ഞത് ഇത് സംവരണക്കാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ രണ്ട് സംഭവങ്ങളെ നമുക്കറിയത്തുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രതിയെ കണ്ടെത്തി കുറ്റവെപ്പിക്കണം, എന്നാൽ ഇതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ച് സംസാരിക്കരുത്. ഈ ലോജിക്കുകളിൽ നിന്ന് നമ്മളൊന്ന് പുറത്ത് വന്ന് നോക്കിയെങ്കിലേ വിശാലമായ പഠനവും പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമുണ്ടെന്നാണ്. നന്ദി ശ്രീ യാക്കോബ് തോമസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ചിന്ത ജെറോം നന്ദി. ഒപ്പം ശ്രീ P. വിജയൻ IPS.